ഓഗസ്റ്റ് 10-ാം തീയതി വൈകിട്ട് 5 മണി ഓഗസ്റ്റ് 10-ാം തീയതി വൈകിട്ട് 5 മണിക്ക് റീജിയണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് റീജിയണൽ ഫിലിം ഫെസ്റ്റിവൽ കോഴിക്കോട് വെച്ച് നടന്നു. ആ ഓഗസ്റ്റ് 10-ാം തീയതി 5 മണിക്ക് റിവ്യൂവുമായി ബന്ധപ്പെട്ട് ഒരു ഓപ്പൺ ഫോറം, സിനിമാ നിരൂപണം, അഭിപ്രായ പ്രകടനം, ഓപ്പൺ ഫോറം സംഘടിപ്പിക്കുന്ന ആരാണ്? ചലച്ചിത്ര അക്കാദമി. ഇത് പറയാനുള്ള കാരണം ചലച്ചിത്ര അക്കാദമിയുടെ ഈ ഒരു മനോഭാവം വളരെ മികച്ചതായി തോന്നിയിട്ടുണ്ട്. കുറേ ബുദ്ധിജീവികളുടെ അഭിപ്രായം കേട്ട് സിനിമയിൽ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതല്ലാതെ സാധാരണക്കാരൻ്റെ അഭിപ്രായം കേൾക്കാൻ തയ്യാറായി എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ചലച്ചിത്ര അക്കാദമിക്കും അതിൻ്റെ ചെയർമാൻ ശ്രീ പ്രേംകുമാറിനും അതിൻ്റെ സെക്രട്ടറി ശ്രീ അജോയ്ക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അക്കാദമി നടത്തിയ പരിപാടിയിൽ ഈ സിനിമാ നിരൂപണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയെ എന്നും പൊതുവെ ചലച്ചിത്ര അക്കാദമികളുടെ മിക്ക പരിപാടികളും നടക്കുന്നത് തിരുവനന്തപുരം, കൊച്ചി ആ ഒരു സൈഡിലാണ്. ഇപ്രാവശ്യം കോഴിക്കോട് കൂടി ഓപ്പൺ ഫോറത്തിന് അവസരം ഉണ്ടാക്കി എന്നുള്ളത് ആ ചുറ്റുവട്ടത്തുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ ഏറെ സന്തോഷവാനാണ്. നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അതിനപ്പുറം മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഓരോ ആളുകളും വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിളിച്ച് ചലച്ചിത്ര അക്കാദമി പോലുള്ള സ്ഥാപനം ഇരുത്തിയത്, അശ്വന്ത് കോക്കിനെ. എന്താണ് അശ്വന്ത് കോക്ക് ഇത്രക്ക് ഭീകരനാണ്? അശ്വന്ത് കോക്ക് കാരണം നശിച്ച ഒരു മലയാള സിനിമ പറയാമോ മിസ്റ്റർ ഹൈദർ അലി? അശ്വന്ത് കോക്ക് കാരണം, അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ കാരണം നശിച്ച ഒരു പക്ഷേ അശ്വന്ത് കോക്ക് റിവ്യൂ പറഞ്ഞിട്ടില്ലെങ്കിൽ ബാന്ദ്ര ഇവിടെ വലിയ വിജയമാകുമായിരുന്നോ? അശ്വന്ത് കോക്ക് റിവ്യൂ പറഞ്ഞിട്ടില്ലെങ്കിൽ നല്ല ഏതെങ്കിലും സിനിമകൾ ഇവിടെ വൻ പരാജയമാകുമായിരുന്നോ? നിങ്ങൾ എന്താണ് പറയുന്നത്? അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂക്ക് അനുസരിച്ചാണോ ഈ ഇൻഡസ്ട്രി നീങ്ങുന്നത്? അങ്ങനെയാണ് നിങ്ങൾ സ്ഥാപിക്കാൻ എന്നാണെങ്കിൽ അത് അശ്വന്ത് കോക്കിൻ്റെ വിജയമാണ്. അശ്വന്ത് കോക്ക് പറഞ്ഞാൽ ഇവിടെ സിനിമ പരാജയപ്പെടുമോ, അല്ലെങ്കിൽ ഒരു ലോക്കൽ സിനിമ വിജയിക്കുമോ? ഒരിക്കലുമില്ല. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഒരാളുടെ വിരോധം ഉണ്ടെന്ന് വെച്ചാൽ എന്തെങ്കിലും വിളിച്ചു പറയാം മിസ്റ്റർ ഹൈദർ അലി. ചലച്ചിത്ര അക്കാദമി ഇതുകൊണ്ട് തരുന്ന മെസ്സേജ് കേരളത്തിലെ എല്ലാ സിനിമകളും ഒരുപോലെ നശിപ്പിക്കുകയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ചലച്ചിത്ര അക്കാദമി ഇതുകൊണ്ട് തരുന്ന മെസ്സേജ് വളരെ സിമ്പിളാണ്. സാധാരണക്കാരെ കേൾക്കാൻ തയ്യാറാവുന്നു അക്കാദമി. അത് നല്ല കാര്യമല്ലേ? കുറേ താടിക്കാരായ ബുദ്ധിജീവികളുടെ മാത്രം അഭിപ്രായം കേട്ടായിരിക്കണം ഒരു പക്ഷേ ഇത്രയും കാലം കഴിഞ്ഞത്. അതുകൊണ്ട് കാര്യമില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ ബോധ്യപ്പെടുത്തി കാണാം. ഇപ്പോൾ പ്രേക്ഷകൻ്റെ, സാധാരണക്കാരൻ്റെ മനസ്സറിയണമെങ്കിൽ ഇത്തരം റിവ്യൂസിൻ്റെ അടുത്ത് തന്നെ അഭിപ്രായങ്ങൾ ചോദിക്കണം, അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോഴേ സാധാരണക്കാരൻ്റെ മനസ്സറിയാൻ പറ്റുള്ളൂ. അപ്പോഴേ ചലച്ചിത്ര അക്കാദമിക്ക് വിജയകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതിലെന്താണ് തെറ്റ്? അതവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിലെന്താണ് നമുക്ക് കുറ്റം പറയാൻ പറ്റുക? കേരളത്തിലെ എല്ലാ സിനിമകളും ഒരുപോലെ നശിപ്പിക്കുകയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന അഭിപ്രായം പറയും. അദ്ദേഹം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യത്തിലാണ് അദ്ദേഹത്തിന് അഭിപ്രായം പറയാം. പക്ഷേ വ്യക്തിഹത്യ പോലെ ചെയ്യുന്ന ആ വ്യക്തിയെ വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു സിനിമാ നിരൂപണ ചർച്ചയിൽ അത് ചലച്ചിത്ര അക്കാദമി പോലെ ഒരു സർക്കാരിൻ്റെ കീഴിൽ തന്നെയാണ്, ഇല്ല എന്നും പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കില്ല. അവിടെ കൊണ്ടേയിരുത്തി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ എന്ത് മെസ്സേജാണ് തരുന്നത്? ഈ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വേട്ടയാടപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ നിന്നാണ്. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ താരങ്ങൾ, നിർമ്മാതാക്കൾ, സംവിധായകർ, എന്തിനു പറഞ്ഞു ടെക്നീഷ്യന്മാരെ ഉൾപ്പെടെ കളിയാക്കിക്കൊണ്ട് റിവ്യൂ ചെയ്യുന്ന അശ്വന്ത് കോക്കിനെ പോലെയുള്ള ആളുകളെ വിളിച്ച് ഒരു ചലച്ചിത്ര അക്കാദമി കോഴിക്കോട് നടന്ന റീജിയണൽ ഫെസ്റ്റിവലിൽ കൊണ്ടേയിരുത്തി നിരൂപണത്തിനിരുത്തി എന്താണ് ഇവർ കാണിക്കുന്നത്? എന്താണ് ഇവർക്ക് പറയാനുള്ളത്? അശ്വന്ത് കോക്ക് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ മലയാള സിനിമയിലെ താരങ്ങളെയും ടെക്നീഷ്യൻസിനെയും ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ട്. വർഷങ്ങളായി അശ്വന്ത് കോക്കിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം ഏതെങ്കിലും വ്യക്തികളെ അധിക്ഷേപിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം കഥാപാത്രങ്ങളെ അധിക്ഷേപിച്ചിട്ടുണ്ടാവും. അതെങ്ങനെ വ്യക്തി അധിക്ഷേപമാണ്? ആ കഥാപാത്രത്തെ അല്ലേ വിമർശിക്കണേ? ഇപ്പോൾ ബാന്ദ്ര എന്ന സിനിമയിൽ അദ്ദേഹം ദിലീപേട്ടൻ ചെയ്ത ആ ക്യാരക്ടറിനെ അതിനിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. അത് ആ ക്യാരക്ടറിനാണ്, ദിലീപ് എന്നൊരു വ്യക്തിനല്ല അവിടെ അദ്ദേഹം വിമർശിക്കുന്നത്. അതിലെന്താണ് തെറ്റ്? സ്വാഭാവികമല്ലേ ഇത്? ഈ നാട്ടിൽ നിയമ നടപടി സ്വീകരിക്കാമല്ലോ. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ആ ക്യാരക്ടറിനാണ് നമ്മൾ വിമർശിച്ച്. ക്യാരക്ടറിനെ വിമർശിക്കുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ മേലാവുന്നത്? നിങ്ങളെന്താണ് മിസ്റ്റർ ഹൈദർ അലി, നിങ്ങളെന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ഇനിയിപ്പം വേറെ ഒന്ന്, അശ്വന്ത് കോക്ക് വിചാരിച്ച് ഈ മലയാള സിനിമ മുഴുവൻ എല്ലാ സിനിമകളെയും നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാം. അശ്വന്ത് കോക്ക് ഹെവി പോസിറ്റീവ് പറഞ്ഞ സിനിമയായിരുന്നു അയൽവാശി. ഞാൻ ആ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ കേട്ട് മാത്രം ആ സിനിമക്ക് പോയതാണ്. പക്ഷേ ഞാൻ പകുതിയിൽ നിന്ന് ആ പടം പകുതിയായപ്പോൾ ഞാൻ ഇറങ്ങിപ്പോന്നു. രാമനാട്ടുകര സുരഭി എന്നായിരുന്നു ആ സിനിമ കണ്ടത്.
ഞാൻ പകുതിയായപ്പോൾ ഇൻ്റർവെല്ലായപ്പോൾ ഇറങ്ങിപ്പോന്നു, എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട്. അതുപോലെ തന്നെ ബ്രോമാൻസിലെ മാത്യൂസിൻ്റെ പ്രകടനം, അതിന് അശ്വന്ത് ഗോക്കിന് കിട്ടുന്ന വിമർശനമൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് അത്. അശ്വന്ത് ഗോക്കും അത് പോസിറ്റീവ് പറഞ്ഞ സിനിമയാണ്, അത് എനിക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ്. മാത്യൂസിൻ്റെ പ്രകടനം അത് വ്യക്തിപരമായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല, അത് അശ്വന്ത് ഗോക്കിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം, അതിലെന്താണ് പ്രശ്നം? അശ്വന്ത് ഗോക്ക് പോസിറ്റീവ് പറഞ്ഞ പടങ്ങളൊക്കെ ഇവിടെ ഭയങ്കര ഹിറ്റാണ്. നിങ്ങളെന്തായി പറയുന്നത്? ഇപ്പം അശ്വന്ത് ഗോക്ക് പോസിറ്റീവ് പറഞ്ഞ പടമാണല്ലോ അയൽവാശി, എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ വഴിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. നെഗറ്റീവ് പറഞ്ഞ പടങ്ങളെല്ലാം ഇവിടെ ഹിറ്റാണോ? മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായ എമ്പുരാൻ 265 കോടി എങ്ങാണ്ട് ബോക്സ് ഓഫീസ് കളക്ഷനും നേടിയ സിനിമയാണ് എമ്പുരാൻ. ആ സിനിമയെക്കുറിച്ച് അശ്വന്ത് ഗോക്ക് നെഗറ്റീവാണ് പറഞ്ഞത് മിസ്റ്റർ ഹൈദർ അലി. നിങ്ങളെന്താ അത് മനസ്സിലാക്കാത്തത്? മമ്മൂക്കയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായ ഭീഷ്മപർവം അശ്വന്ത് ഗോക്ക് നെഗറ്റീവ് പറഞ്ഞ സിനിമയാണ് മിസ്റ്റർ. അശ്വന്ത് ഗോക്ക് തീരുമാനിക്കുന്നിടത്താണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ ഇത്ര വലിയ വിജയങ്ങളാവുമോ? ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി അശ്വന്ത് ഗോക്ക് നെഗറ്റീവ് പറഞ്ഞ സിനിമയാണ്, തരക്കേടില്ല വിജയമായി മാറിയില്ലേ? എന്തുകൊണ്ടാണ് ആ ചിത്രം പരാജയപ്പെടാൻ? അശ്വന്ത് ഗോക്ക് പറഞ്ഞു അതുകൊണ്ട് പരാജയപ്പെട്ടു. അപ്പോൾ കണ്ടൻറ് വൈസാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്, അല്ല അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ കൊണ്ട് മാറുമെന്നൊന്നും നിങ്ങൾ പറയുന്നത് ശരിയല്ല. അതിനോട് ഞാൻ യോജിക്കുന്നുമില്ല. ഒരാളോട് വ്യക്തിപരമായിട്ടുള്ള വിരോധമുണ്ടെങ്കിൽ അതൊന്നും തീർക്കേണ്ടത് ഇത്തരത്തിൽ ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ടല്ല എന്നുകൂടി മിസ്റ്റർ ഹൈദർ അലിയെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇതാരും അറിയില്ല എന്ന് ഓർത്ത് അവിടെ നടന്ന സംഭവമാണ്, അതിൻ്റെ വീഡിയോ സഹിതമാണ് നമ്മൾ കാണിക്കുന്നത്. ഹൈദർ അലി വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്, ആരും അറിയാതെ ചെയ്തു എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. മിസ്റ്റർ കോഴിക്കോട് അങ്ങാടി പലയിടത്തും ഇതിൻ്റെ ഓപ്പൺ ഫോറത്തിനെ കുറിച്ചുള്ള പരസ്യങ്ങളുണ്ടായിരുന്നു. നിങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ലേ? ഇത് ആരും അറിയാതെ ചെയ്ത പരിപാടിയൊന്നുമല്ല, ഇത് നാട്ടുകാരെ അറിയിച്ചുകൊണ്ട് തന്നെ ചെയ്ത പരിപാടിയാണ്. പറയുന്ന കേട്ടോ, ഞാൻ വീഡിയോ ഒക്കെ ഉണ്ട്, എൻ്റെ കയ്യിൽ വീഡിയോ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടാൽ ഇദ്ദേഹം എന്തോ സ്പൈ വർക്ക് ചെയ്ത് എടുത്ത പോലെ ഉണ്ട്. ഇത് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ചെയ്തൊരു പരിപാടിയാണ്. എന്താണ് മാത്രം മോശം പ്രവണതയാണ് ഈ അക്കാദമി തന്നിരിക്കുന്നത്. പക്ഷേ ഇതിനെതിരെ ശക്തമായ നിലയിൽ സിനിമാ മേഖലയിലുള്ള പ്രതികരണം ഉണ്ടായേ മതിയാവും. കാരണം സിനിമാ മേഖലയിലുള്ള എന്ത് പ്രതികരിക്കാനാണ്? ഒരു ഓപ്പൺ ഫോറത്ത് വന്ന് ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സിനിമാ മേഖലയിൽ ഉള്ളവരെന്താ ജനാധിപത്യ വിശ്വാസികളല്ലേ? അവർക്കെന്താണ് അശ്വന്ത് ഗോക്കിനോട് ഇഷ്യൂ? ഇനി വേറൊരു കാര്യം കൂടി വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞുതരാം. മലയാള സിനിമയിൽ അടുത്ത കാലത്തായി കണ്ടൻറ് വൈസ് വളരെ ക്വാളിറ്റി കൂടിയിട്ടുണ്ട്. അത് ഉള്ളൊരു കാര്യമാണ്. അത് അശ്വന്ത് ഗോക്കിനെ പോലെയുള്ള ആളുകളുടെ വിമർശനത്തെ ഉൾക്കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ തട്ടിക്കൂട്ട് കഥകളെടുത്ത് മനുഷ്യനെ പറ്റിക്കണ പരിപാടിയായിരുന്നു ഇവിടെ ഇത്രയും കാലം കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള റിവ്യൂസ് വന്നതോടുകൂടി ആ തട്ടിപ്പ് നടക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് സിനിമക്ക് ക്വാളിറ്റി കൂടിയത്. അല്ല എന്ന് പറയാൻ പറ്റുമോ മിസ്റ്റർ ഹൈദർ അലി? നിങ്ങൾക്ക് തട്ടിക്കൂട്ട് പടങ്ങളൊക്കെ അമ്പേ പരാജയപ്പെട്ട് ഇവിടെ പോയില്ലേ? കണ്ടൻറ് വൈസുള്ള പടങ്ങൾ മാത്രമല്ല ഇവിടെ നിലനിന്ന്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചേ? അത് ഇത്തരം വിമർശകരുണ്ടായതുകൊണ്ടാണ്. നമുക്കെല്ലാം എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളണം. ഒരാളോട് വ്യക്തിപരമായ വിരോധമുണ്ടെങ്കിൽ ഓക്കെ, അത് വ്യക്തിപരമായ ചിലപ്പോൾ ചില ആളുകൾക്ക് വിരോധങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതിന് ഇങ്ങനെയല്ല നിങ്ങൾ സമീപിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. ഈ നിരൂപണത്തിൻ്റെ പേരിൽ ഹൈക്കോടതി വരെ ഇടപെട്ട ഒരു കേസാണ് അല്ലേ? ഹൈക്കോടതി ഇടപെട്ട് റിവ്യൂ ബോംബിനെതിരെ ആഞ്ഞടിച്ച് ഇദ്ദേഹത്തിനെതിരെ ഉൾപ്പെടെ പരാമർശം നടന്നിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ എന്തിനാണ് ഇദ്ദേഹം കളവ് പറയുന്നത്? ഹൈക്കോടതി ഇടപെട്ടു, അവർ ഇടപെട്ടു, അത് സത്യം തന്നെയാണ്. അതിൽ അശ്വന്ത് ഗോക്ക് എന്ന് പറഞ്ഞ വ്യക്തിനെ എടുത്ത് പറഞ്ഞ എന്തെങ്കിലും പ്രസ്താവന ഹൈക്കോടതി നടത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഹൈക്കോടതിയിൽ അങ്ങനെ പല സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടാവും, ജസ്റ്റിസിൻ്റെ ഭാഗമായിട്ടല്ലേ. ഇങ്ങനെ കളവ് പറയുന്നത് എന്തിനാണ്? ഇത് അശ്വന്ത് ഗോക്ക് എന്ന വ്യക്തിക്കെതിരെ, വ്യക്തിയെ മാത്രം മെൻഷൻ ചെയ്തുകൊണ്ട് ഹൈക്കോടതി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. കോൺക്ലേവ് നടന്നപ്പോൾ ബാദുഷ അവിടെ ഒരു കാര്യം ഉന്നയിച്ചു, കയ്യടി മേടിച്ചു. കൊക്ക് കിക്ക് എന്നുള്ളവരൊക്കെ ഈ സിനിമാ മേഖല നശിപ്പിക്കുകയാണ്, നിരൂപണം എന്ന് പറഞ്ഞ്, റിവ്യൂ എന്ന് പറഞ്ഞ് അതിനൊരു നടപടി വേണമെന്ന് ബാദുഷ അവിടെ പറയുകയും ഉച്ചത്തിൽ പറയുകയും പിന്നീട് വാർത്താസമ്മേളനത്തിൽ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഇതിനൊരു മാനദണ്ഡം കൊണ്ടുവരും, ഒരു സിനിമ ഇറങ്ങിയിട്ട് 2-3 ദിവസം കഴിഞ്ഞ് റിവ്യൂ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ആ മന്ത്രിയുടെ ഒന്നും നടക്കില്ല മിസ്റ്റർ ഹൈദർ അലി, ഒന്നും നടക്കില്ല. ഈ നാട്ടിൽ ഭരണഘടനയുണ്ട്. ഏതെങ്കിലും മന്ത്രി എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഈ രാജ്യത്തൊരു ഭരണഘടന ഉണ്ട്, ഈ രാജ്യത്തൊരു സർക്കാരുണ്ട്, ഇത് ജനാധിപത്യ രാജ്യമാണ് എന്നുള്ള ബോധം ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകൾ എപ്പോഴും മനസ്സിലാക്കണം. ആളുകളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം കൂച്ചുവിലങ്ങ് ഇടാനൊന്നും സാധിക്കില്ല.
നിങ്ങൾ കണ്ടന്റ് വൈസ് ഓക്കെ ആക്കൂ, ക്വാളിറ്റിയോടെ സിനിമകൾ ഇറക്കൂ. അപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ആളുകൾ അത് വിമർശിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ തട്ടിക്കൂട്ട് പടമെടുത്ത് റിവ്യൂസിൻ്റെ വായിലേക്ക് ലോക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് ആ ക്യാഷ് അടിച്ച് മാറ്റാം ഈ ബോക്സ് ഓഫീസിൽ നിന്ന് എന്നാണെങ്കിൽ അതിനി നടക്കില്ല. ആളുകൾ വളരെ ചൂസ് ചെയ്യാണ് സിനിമയുടെ കാര്യത്തിൽ. അത് ഏതെങ്കിലും അതോറിറ്റി എന്തെങ്കിലും പറയാം, ഞങ്ങൾ അത് 2 ദിവസം കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും ഏതെങ്കിലും അതോറിറ്റിക്ക് പറയാനും കഴിയില്ല. അവർക്ക് അങ്ങനെ നിയമം കൊണ്ടുവരാനും കഴിയില്ല. അത് നടപ്പാക്കാനും സാധിക്കില്ല. നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത്? നല്ല സിനിമകൾ നിങ്ങളെടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? നല്ല സിനിമകൾ എടുക്കും, അപ്പോൾ നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. തട്ടിക്കൂട്ട് എന്തെങ്കിലും ചെയ്തിട്ട് കാണിച്ചിട്ട് മാക്സിമം അടിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. അത് ഇനി നടക്കില്ല. ഇനി ക്വാളിറ്റി വേണം. കാരണം പ്രേക്ഷകർ പഴയ പോലെ ഏതെങ്കിലും ചട്ടക്കൂടിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളല്ല ഇന്നത്തെ പ്രേക്ഷകർ. അവർ ഇൻ്റർനാഷണൽ പ്രേക്ഷകരാണ്. ഈ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും കണ്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ മുന്നിലേക്ക് ഈ തട്ടിക്കൂട്ട് ഐറ്റമായിട്ട് വന്ന് എന്തെങ്കിലും മാക്സിമം അടിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ വിചാരിച്ചാൽ ഇതൊന്നും നടക്കാനേ പോണില്ല. നിങ്ങൾ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയിട്ട് വരും, അപ്പോൾ ഇവിടെ പ്രേക്ഷകരും ഉണ്ടാവും. അല്ലാത്ത പക്ഷം നിങ്ങൾ വിമർശനം നേരിടേണ്ടി വരും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്നേ, നിങ്ങൾ സിനിമ ചെയ്യേണ്ട. അവിടെ ആർക്കും നിങ്ങൾ സിനിമയാണെന്ന് നിർബന്ധം. ക്വാളിറ്റിയോടെ എടുക്കാൻ കഴിയുന്ന ചെറുപ്പക്കാരും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്, അവർ ചെയ്തോളും. ഇത് എടുക്കാൻ അറിയാത്തവർ എന്തിനാണ് ഇതൊക്കെ എടുക്കാൻ നടക്കുന്നത്? എന്നിട്ട് ജനങ്ങളെ പറ്റിക്കാൻ നിൽക്കുന്നത്? പറഞ്ഞ വാക്ക് നാവ് വായിലേക്ക് ഇടുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ചലച്ചിത്ര അക്കാദമി ഇത്തരം ഒരു പ്രവണത കാണിച്ചിരിക്കുന്നത്. അവിടെ നിരവധി ആളുകളുണ്ട്, നിർമ്മാതാവും മറ്റു നിരൂപണവും എല്ലാവരുമുണ്ട്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കേസല്ല. പക്ഷേ ഇത്രമാത്രം സിനിമയെ വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരാളെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചലച്ചിത്ര അക്കാദമി പോലെയുള്ള ഈ മഹത്തായ പ്രസ്ഥാനം കൊണ്ട്? അതെ, അവിടെ നിരവധി ആളുകളുണ്ട്, നിർമ്മാതാക്കളുണ്ട്, മറ്റു നിരൂപകർ, അതായത് ഈ മാസികയിലൊക്കെ എഴുതുന്നവരായിരിക്കാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിരൂപണം ചെയ്യുന്നവരായിരിക്കാം. അവരൊന്നും ഇദ്ദേഹത്തിന് വിഷയമല്ല. ഇദ്ദേഹത്തിന് വിഷയം അശ്വന്ത് ഗോക്ക് മാത്രമാണ്. അതെന്താണ് അവരൊന്നും വിഷയമില്ലാതെ അശ്വന്ത് ഗോക്ക് മാത്രം വിഷയമാവുന്നത്? അശ്വന്ത് ഗോക്കിന് സാധാരണക്കാരുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഇവരുടെ പ്രശ്നം. അശ്വന്ത് ഗോക്കിൻ്റെ അഭിപ്രായം മിക്കപ്പോഴും ഒരു സാധാരണ പ്രേക്ഷകൻ്റെ അഭിപ്രായവുമായി ചേർന്ന് പോകുന്നുണ്ട്. അത് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവർ ബുദ്ധിജീവി ലെവലിൽ എന്തെങ്കിലും എഴുതിയാൽ ഇതൊന്നും സാധാരണക്കാരന് മനസ്സിലാവില്ല. സാധാരണക്കാരന് മനസ്സിലാവുന്ന റിലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അശ്വന്ത് ഗോക്ക് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയധികം ഫോളോവേഴ്സ് ഉള്ളത്. അപ്പോൾ അവിടെ നിൽക്കുന്ന മറ്റു റിവ്യൂസൊന്നും ഇദ്ദേഹത്തിന് വിഷയമേ അല്ല. ഇദ്ദേഹത്തിന് വിഷയം അശ്വന്ത് ഗോക്ക് മാത്രമാണ്. അതെന്തുകൊണ്ടാണ്? ആ കോഴിക്കോടിൻ്റെ മണ്ണിലിരുത്തി അദ്ദേഹത്തിന് ഓപ്പൺ ഫോറത്തിൽ സംസാരിക്കാനുള്ള വേദി കൊടുത്തത് കൃത്യമായി മറുപടി പറയേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം അവിടെ പറഞ്ഞ കാര്യങ്ങളും കൂടെ. മിസ്റ്റർ ഹൈദരാലി, അശ്വന്ത് ഗോക്ക് എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോടിൻ്റെ മണ്ണിൽ കോഴിക്കോട്ടുകാരനല്ലാതെ പിന്നെ കൊച്ചിയിലും ഏതോ നാട്ടിലൊക്കെ കിടക്കുന്ന നിങ്ങളൊക്കെയാണോ അവിടെ കൊണ്ടുവരേണ്ടത്? കോഴിക്കോട് ഒരു പരിപാടി നടക്കുമ്പോൾ കോഴിക്കോട്ടുകാർക്കാണ് പ്രയോറിറ്റി ഉണ്ടാവുക. കോഴിക്കോട്ടുകാരനെ അശ്വന്ത് ഗോക്ക് വന്നു. അദ്ദേഹം എന്താ ഈ രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ ഭാഗമല്ലേ? അതെന്താണ് കോഴിക്കോടിൻ്റെ മണ്ണിൽ കൊണ്ടുവന്നത്? കോഴിക്കോടിൻ്റെ മണ്ണിലുള്ള കോഴിക്കോടുള്ള ആളുകളെ കൊണ്ടുവരിക. എറണാകുളത്തും ഏതോ നാട്ടിലൊക്കെ പോയി കിടക്കുന്നത് നിങ്ങളെ കൊണ്ടുവരണോ ഞങ്ങളെ നാട്ടിലേക്ക്? ഞങ്ങളുടെ നാട്ടിലെ പരിപാടി നടക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടുകാരാണ് ഇടപെടുക. ഞങ്ങളുടെ നാട്ടുകാരുടെ സ്വാധീനമാണ് മിക്കപ്പോഴും അതിലുണ്ടാവുക. ഞങ്ങളുടെ നാട്ടിലെ ആക്ടിവിസ്റ്റുകൾ, ഞങ്ങളുടെ നാട്ടിലെ റിവ്യൂസൊക്കെ അല്ലേ ഉണ്ടാവുക. നിങ്ങൾ എന്താ ഈ പറയുന്നത്? എന്തെങ്കിലും വിളിച്ച് പറയാം. റിവ്യൂ പുതിയ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നും എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നും സംവിധായകൻ ശ്രീകാന്ത് അഭിപ്രായപ്പെട്ടു. ഉടൻ തന്നെ പറയുന്നതാണ്, കാലം മാറുമ്പോൾ നിരൂപണത്തിൻ്റെ രീതികൾ മാറുമെന്നും സമയബന്ധിതമായി അഭിപ്രായങ്ങൾ പറയണമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ സിനിമാ നിരൂപകർ അശ്വന്ത് ഗോക്ക് അഭിപ്രായപ്പെട്ടു. അദ്ദേഹം അഭിപ്രായപ്പെട്ടാണ് നിരൂപണം ലോക സാഹിത്യ ശാഖയിൽ ഉൾപ്പെടുന്നതാണെന്നും നിയമം വഴി നിരോധിക്കാത്ത റിവ്യൂ നിർത്താൻ പറ്റില്ലെന്നും അശ്വന്ത് കൂട്ടിച്ചേർത്തു. അതിലെന്താണ് തെറ്റ്? കാലത്തിനനുസരിച്ച് കോലം കെട്ടുക എന്നുള്ളത് സാധാരണമല്ലേ? ഇപ്പോൾ ഹൈദരാലി മുൻപ് വർക്ക് ചെയ്തിരുന്നത് റിപ്പോർട്ടർ റിവ്യൂലായിരുന്നു, നമുക്കൊക്കെ അറിയാവുന്നതാണ്. അദ്ദേഹം അതിനുശേഷം മറ്റൊരു ഓൺലൈൻ മീഡിയയിലേക്ക് മാറി. ഇപ്പോൾ അദ്ദേഹം പുതിയ ഓൺലൈൻ മീഡിയയിലാണ്. അതെന്തുകൊണ്ടാണ്? ഓൺലൈൻ മീഡിയൻ്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ടല്ലേ? കാലം മാറിയതുകൊണ്ടല്ലേ? കാലം മാറാതെ ഓൺലൈൻ മീഡിയയ്ക്ക് സാധ്യതയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ റിപ്പോർട്ടറിൽ ഇപ്പോഴും ഇരുന്നിരുന്നെങ്കിൽ റിപ്പോർട്ടറിൻ്റെ മാനേജ്മെൻറ്റ് മാറുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങളും പുറത്തായനെ. കാലത്തിനനുസരിച്ച് മാറും, റിവ്യൂ മാറും, സിനിമ മാറും, അഭിപ്രായങ്ങൾ മാറും. അതിലെന്താണ് തെറ്റ്? അദ്ദേഹം പറഞ്ഞത് കാര്യമല്ലേ? എല്ലാ കാര്യം അദ്ദേഹം വാ തുറന്നാൽ വിമർശിക്കാനായിട്ട് നിൽക്കുകയാണോ മിസ്റ്റർ ഹൈദരാലി? അദ്ദേഹം വാ തുറന്ന് ഒരു കോട്ടുവായിട്ട് അതിനെയും വിമർശിക്കാൻ നിൽക്കുകയാണോ?
വെല്ലുവിളി തന്നെയാണ് അദ്ദേഹം അവിടെ നടത്തിയിരിക്കുന്നത്. എന്താ സംശയം? വെല്ലുവിളി തന്നെയല്ലേ? നിയമം മൂലം നിരോധിക്കാൻ സാധിക്കാത്തടത്തോളം കാലം അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. വെല്ലുവിളി തന്നെയാണ്. എന്താ, നിങ്ങൾ കുറച്ച് ആളുകൾ വന്നിട്ട് അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല, 2 ദിവസം കഴിഞ്ഞിട്ടേ പറയാൻ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പം അത് സാധ്യമല്ല. അത് അദ്ദേഹം പറഞ്ഞു. അതെന്താണ് തെറ്റ്? അതങ്ങനെ തന്നെ. അത് റിവ്യൂ ചെയ്യുന്ന എല്ലാവരുടെ അഭിപ്രായം അങ്ങനെ തന്നെ ആയിരിക്കും. നിയമം മൂലം നിരോധിക്കാത്ത കാലത്തോളം ഇത് ചെയ്യും. അത് നിങ്ങൾ ഇത്ര സിനിമയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിനിമാക്കാരെ സോപ്പിട്ടടിച്ച് നടന്ന് കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളുകളെ ഒന്നും വിചാരിച്ചാൽ ഇതിലൊന്നും ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം. നിർത്താൻ കഴിയില്ല. ഞാൻ ഇങ്ങനെയൊക്കെ പറയുള്ളൂ. അതിൻ്റെ തെളിവാണ് എന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ പറയുന്നത് കൊണ്ടാണ്, സാധാരണക്കാരന് കണക്റ്റ് ആവുന്ന രീതിയിൽ പറയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് വേദി കൊടുത്തത്. അതിലെന്താണ് സംശയം? അതിന് എന്താണ് വിമർശിക്കാനുള്ളത്? അതിൻ്റെ തെളിവാണല്ലോ ഇവിടെ ചില ചാനൽ ചർച്ചകളിലേക്ക് അദ്ദേഹം പോയിരിക്കുമ്പോൾ ആ ചാനലിനെ കുറ്റം പറയുന്ന ആളുകളിലൂടെ സിനിമാക്കാരും നിർമ്മാതാക്കളൊക്കെ എന്തേ ഇതിനെതിരെ നിങ്ങൾ പ്രതികരിക്കാത്തത്? ഇതിനെതിരെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത്. നമുക്ക് അശ്വന്ത് ഗോക്കി അദ്ദേഹത്തിന് ചാനലിൽ ചർച്ചയ്ക്ക് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് കേൾക്കാൻ ആളുള്ളത് കൊണ്ടല്ലേ മിസ്റ്റർ ഹൈദരാലി. നിങ്ങൾ ചാനലിൽ പ്രവർത്തിച്ചിരുന്ന ആളല്ലായിരുന്നോ? ഏതെങ്കിലും ചാനലുമായി ബന്ധപ്പെട്ട് സിനിമാ സംബന്ധമായ എന്തെങ്കിലും ചർച്ചകൾ വരുമ്പോൾ നിങ്ങളെയും വിളിക്കാൻ പറയൂ. അല്ലാതെ പിന്നെ എന്താ മാർഗം? അദ്ദേഹത്തിന് ചാനലിൽ വിളിച്ചു, അതും നിങ്ങൾക്ക് പ്രശ്നം. അദ്ദേഹത്തിനെ കാണാൻ ആളുകളുടെ ഹൈദരാലി ഒരു ചാനലിൽ വന്ന എത്ര പേര് കാണും? ഒരു ചാനൽ ചർച്ചയ്ക്ക് വന്നാൽ ഇപ്പം എന്നെപ്പോലെ സാധാരണക്കാരൻ വന്ന ചാനൽ ചർച്ച എത്ര പേരുണ്ടാവും? പക്ഷെ അശ്വന്ത് ഗോക്ക് വരുമ്പോൾ ഒരു മാസ് ഓഡിയൻസ് അതിനുണ്ട്. അത് അദ്ദേഹത്തിന് മിടുക്കാണ്. അതിലൊക്കെ അസൂയപ്പെട്ടിട്ട് എന്ത് കാര്യമുള്ളത്? ഇതിനെതിരെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത്. നമുക്ക് അശ്വന്ത് ഗോക്ക് എന്ന ഒരു വ്യക്തിയെക്കുറിച്ചല്ല, അദ്ദേഹം ചെയ്യുന്ന സിനിമയെ കൊല്ലുന്ന രീതിയിൽ റിവ്യൂ ചെയ്ത് അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എത്രയോ ആളുകളെ വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ട്. വ്യക്തിഹത്യ ചെയ്തിട്ടില്ല മിസ്റ്റർ ഹൈദരാലി. അശ്വന്ത് ഗോക്ക് വ്യക്തിഹത്യ ചെയ്തതായി ഇത്രയും കാലമായിട്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരാൾ നിലയ്ക്ക് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അങ്ങനെ വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഥാപാത്രങ്ങളാണ്. വ്യക്തികളെ അദ്ദേഹം ഹത്യ ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? ഏതെങ്കിലും വ്യക്തിയുടെ ഏതെങ്കിലും പേഴ്സണൽ കാര്യങ്ങളെടുത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? എമ്പുരാൻ എന്ന സിനിമയിൽ ഖുറേഷി അബ്രാമിനെ വിമർശിക്കുന്നുണ്ട്. ഖുറേഷി അബ്രാമിനെയാണ് വിമർശിക്കുന്നത്, മോഹൻലാൽ എന്ന താരത്തല്ലല്ലോ. അല്ലെങ്കിൽ ബാന്ദ്ര എന്ന് പറഞ്ഞ സിനിമയിൽ, അല്ലെങ്കിൽ തങ്കമണി എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം ആ ക്യാരക്ടറിനെയാണ് വിമർശിക്കുന്നത്. അദ്ദേഹം ആ ദിലീപ് എന്ന താരത്തിനെ വിമർശിച്ചിട്ടില്ല. അതുപോലെ ബസൂക്ക എന്ന സിനിമയിൽ അദ്ദേഹം വിമർശിക്കുന്നത് ആ ക്യാരക്ടറിനെയാണ്. മമ്മൂട്ടി എന്ന താരത്തെ അദ്ദേഹം വിമർശിച്ചിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എന്തെങ്കിലും വിളിച്ചു പറയാണോ ഒരാളോട് വിരോധം എന്തെന്ന് എഴുതിയിട്ട്? നിങ്ങൾ സത്യത്തിൽ അദ്ദേഹത്തിന് റിവ്യൂ കാണാറുണ്ടോ? അദ്ദേഹത്തിൻ്റെ റിവ്യൂ ഒരു തവണയെങ്കിലും കണ്ടാൽ ഇതൊന്നും പറയാൻ സാധിക്കില്ലല്ലോ. പിന്നെ അദ്ദേഹത്തിൻ്റെ റിവ്യൂ പോലും കാണാതെയാണോ അദ്ദേഹത്തിന് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത്? പിന്നെ അദ്ദേഹം സ്ഥിരമായി വിമർശിക്കുന്ന ഒരാളാണ് ഷൈൻ ടോം ചാക്കോ. അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറി, ആ സൗണ്ടിൻ്റെ പ്രശ്നം, അത് അദ്ദേഹത്തിന് മാത്രം ഫീൽ ചെയ്യുന്നല്ല, എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. കുമാരി എന്ന സിനിമ ഞാൻ ഫറോക്ക് മല്ലിക എന്ന് പറഞ്ഞ തിയേറ്ററാണ് കണ്ടത്. കുമാരി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്കാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് പല സമയത്തും ഡയലോഗ് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ എത്തുമ്പോൾ ഇയാൾ എന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാവണില്ല. അത് സത്യമാണ്. അത് അശ്വന്ത് ഗോക്കിനും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ സാധാരണക്കാരുമായിട്ട് അദ്ദേഹത്തിന് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കുമാരി എന്ന സിനിമ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പക്ഷെ ആ സിനിമയിൽ ആകെ ബോർ ഈ ഷൈൻ ടോം ചാക്കോയുടെ ഡബ്ബിങ് മാത്രമാണ്. ഒന്നും മനസ്സിലാവുന്നില്ല. അത് അശ്വന്ത് ഗോക്ക് പറഞ്ഞിട്ടുണ്ട്. അത് എന്നെപ്പോലെ സാധാരണക്കാർക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. അതെങ്ങനെ ഒരു വ്യക്തി അതിശയമാവും? അദ്ദേഹത്തിന് സൗണ്ട് കേൾക്കുന്നില്ല, മനസ്സിലാവുന്നില്ല എന്നുള്ളത് ഒരു ആ ക്യാരക്ടറിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ സംബന്ധിച്ചുള്ള കാര്യമില്ല. അതെങ്ങനെ വ്യക്തി അതിശയമാവും? എത്രയോ സംവിധായകർ ചെയ്തിട്ടുണ്ട്. ഈ ചലച്ചിത്ര അക്കാദമി എന്ത് മാനദണ്ഡത്തിലാണ് ഇദ്ദേഹത്തെ അവിടെ ഇരുത്തിയതെന്ന് കൃത്യമായി മറുപടി പറയേണ്ടതാണ്. ചലച്ചിത്ര അക്കാദമി ആരോടാണ് മറുപടി പറയുന്നത് മിസ്റ്റർ ഹൈദരാലി? നിങ്ങളോടോ? നിങ്ങളാരാണ്? അശ്വന്ത് ഗോക്കിനെ പോലെ തന്നെയുള്ള ഒരാളല്ലേ നിങ്ങൾ? അശ്വന്ത് ഗോക്കിന് കൂടുതൽ എന്ത് പ്രയോറിറ്റിയാണ് നിങ്ങൾക്ക് ഈ സമൂഹത്തിലുള്ളത്? ചലച്ചിത്ര അക്കാദമി മറുപടി പറയണം. ആരോട് മറുപടി പറയണോ? ചലച്ചിത്ര അക്കാദമിക്ക് മറുപടി പറയേണ്ടത് പ്രേക്ഷകരോടാണ്, അല്ല നിങ്ങളോടൊന്നും അവർ മറുപടി പറയുന്നത്. നിങ്ങളാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനെതിരെ പ്രതികരണം ഉണ്ടാകണം. അതിനെതിരെ പ്രതികരിക്കുന്നവരെ നമ്മൾ കണ്ടെത്തുകയും ചെയ്യും. കാരണം ഇത്തരം മോശമായ പ്രതികരിക്കുന്നവരെ കണ്ടെത്തുന്ന അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് സ്ഥിരം പരിപാടിയാണിത്. പ്രശ്നങ്ങളാണ് ഇദ്ദേഹത്തിന് ഇപ്പോഴും ഇഷ്ടം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഇദ്ദേഹത്തിൻ്റെ ചാനലെടുത്ത് നോക്കൂ. ഏറ്റവും കൂടുതൽ ഇദ്ദേഹം പ്രശ്നങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുക. ഇദ്ദേഹം കണ്ടെത്തും. ഞാൻ അശ്വന്ത് ഗോക്കിനെ വിമർശിക്കുന്ന ആരെങ്കിലും ഒരാളെ കണ്ടെത്തും, ഒരു ഇൻ്റർവ്യൂ നടത്തും. ഇദ്ദേഹത്തിന് സ്ഥിരം പാറ്റേൺ ആണിത്. ഒരു രീതിയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അദ്ദേഹം സിനിമയെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ വളരെ പുകഴ്ത്തി കട്ട് ചെയ്തിരുന്ന നിർമ്മാതാക്കളുണ്ട്. അത് ഞാൻ മുൻപോർ. പക്ഷെ മോശം പറഞ്ഞാൽ ആ നിർമ്മാതാവ് തന്നെ അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിക്കും. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മിസ്റ്റർ ഹൈദർ അലി അതാ നിർമ്മാതാവിൻ്റെ കുഴപ്പമാണ്. അതെങ്ങനെ അശ്വന്ത് ഗോക്കിൻ്റെ കുഴപ്പമാവും? അശ്വന്ത് ഗോക്ക് നല്ല റിവ്യൂ പറഞ്ഞാൽ അത് മാർക്കറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നു. ഇതേ നിർമ്മാതാവ് അശ്വന്ത് മോശം പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ തിരിയുന്നു. ഇത് ആരുടെ കുഴപ്പമാണ്? അശ്വന്തിന് കുഴപ്പമാണോ അതോ നിർമ്മാതാവിൻ്റെ കുഴപ്പമോ? അതിനും നിങ്ങൾ അശ്വന്ത് ഗോക്കിനെ എന്തിനു വിമർശിക്കണം? അത് ഇരട്ടത്താപ്പാണ് കേട്ടോ, എല്ലാം എന്ന് പറയണില്ല. പക്ഷെ ഇതിനെല്ലാം സർക്കാരിൻ്റെ കീഴിലുള്ള ചലച്ചിത്ര അക്കാദമി പോലുള്ള സംവിധാനത്തിൽ മലയാള സിനിമയെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ള അശ്വന്ത് ഗോക്കിനെ പോലുള്ള ആളെ കൊണ്ടേയിരുത്തി ഒപ്പം ഫോറത്തിലിരുത്തിയെങ്കിൽ അത് തെറ്റാണ്. മിസ്റ്റർ ഹൈദർ അലി, ചലച്ചിത്ര അക്കാദമി എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളോട് അഭിപ്രായം ചോദിച്ചിട്ടൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ കീഴിലല്ല ചലച്ചിത്ര അക്കാദമി, അതൊരു അതോറിറ്റിൻ്റെ കീഴിലുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട് എന്താണ് മിസ്റ്റർ ഹൈദർ അലി നിങ്ങളുടെ അഭിപ്രായം? അതുപോലെ ചെയ്യാമെന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റുമോ? എന്താണ് നിങ്ങൾ? അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം വേണം. അദ്ദേഹം അംഗീകരിക്കേണ്ടതെന്ന് നിങ്ങൾ അംഗീകാരം ആർക്ക് വേണം? നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ ആരാണ്? നിങ്ങൾ ഞങ്ങളെപ്പോലെ സാധാരണ പ്രവേശകനല്ലേ. ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്കുണ്ട്, അത് വലിയ വിജയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത? നിങ്ങൾ അംഗീകരിക്കണ്ട. എന്താ പ്രശ്നം? നിങ്ങൾ അംഗീകരിക്കണ്ടെന്നേ. മലയാള സിനിമ കൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയം. അങ്ങനെ എല്ലാവരും മലയാള സിനിമാ പ്രേക്ഷകരുടെ എല്ലാ അട്ടിപ്പേർ അവകാശം ഹൈദർ അലി എടുക്കണ്ട. ഞങ്ങൾക്കൊക്കെ ഓക്കെയാണ്. ഞങ്ങളൊക്കെ മലയാള സിനിമ കാണുന്ന ആളുകളാണ്. ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ഞങ്ങളെ പ്രതിനിധിയായിട്ട് ഹൈദർ അലി നിങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ സാധാരണ പ്രേക്ഷകർക്ക് ഓക്കെയാണ്. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഇത് കണ്ടു കഴിഞ്ഞ ശേഷം എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളുടെ അത് ചിലപ്പോൾ തെറ്റാകാം, ശരിയാകാം. എങ്കിലും എൻ്റെ ഒരു POVയിൽ നോക്കുമ്പോൾ ഇതിന് 2 കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, അശ്വന്ത് ഗോക്കിനോടുള്ള കടുത്ത ജലസി. അശ്വന്ത് ഗോക്കിനോട് ഹൈദർ അലിക്ക് കടുത്ത ജലസി ഉണ്ട്. അത് ഇന്നോ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, വർഷങ്ങളായിട്ട് ഇതുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ഒന്നുകിൽ അശ്വന്ത് ഗോക്കിനോടോ അല്ലെങ്കിൽ ഹൈദർ അലിയോടോ ചോദിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അവർ പറയേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, ഹൈദർ അലിക്കെതിരെ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾക്കിടയിൽ കടുത്തൊരു വിരോധം രൂപപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത് ആക്ടേഴ്സിൻ്റെ അസോസിയേഷനായ അമ്മ അസോസിയേഷനിലുണ്ടായ പ്രശ്നങ്ങൾക്കുള്ള കാരണം പോലും ഒരു പരിധി വരെ ഹൈദർ അലിയാണ് എന്നുള്ള ഒരു പൊതുധാരണ ആക്ടേഴ്സിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു പക്ഷേ പുതിയ കമ്മിറ്റി അവിടെ അധികാരമേൽക്കുമ്പോൾ ഒരു പക്ഷേ ഇതുവരെ ഏത് രീതിയിലായിരുന്നോ അസോസിയേഷനിക്ക് ഹൈദർ അലിക്ക് പ്രവേശനം കിട്ടിയിരുന്നത് അതുപോലെ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ഇത്തരമൊരു ക്രൈസിസിലാണ് ഹൈദർ അലി നിൽക്കുന്നത്. ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യാം? അതിനുള്ള സ്ട്രാറ്റജിയാണ് അദ്ദേഹം അശ്വന്ത് ഗോക്കിനെ ഉപയോഗിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോമൺ ശത്രു എന്ന നിലയ്ക്ക് അശ്വന്ത് ഗോക്കിനെ അവതരിപ്പിക്കുന്നു. സിനിമാക്കാർക്കും മിക്കവർക്കും അശ്വന്ത് ഗോക്കിനോട് വിരോധമുണ്ട് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തി സിനിമാക്കാർക്കെങ്കിലും വിരോധമുള്ള അശ്വന്ത് ഗോക്കിനെ മുന്നിലിരുത്തി പിന്നിൽ നിന്ന് ഹൈദർ അലിയും അശ്വന്ത് ഗോക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ 2 ഭാഗത്തും അറ്റാക്ക് ചെയ്യുക അശ്വന്ത് ഗോക്ക് എന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇതിലൂടെ നഷ്ടപ്പെട്ടു പോയ ബന്ധം പുനഃസ്ഥാപിക്കാനാണ് ഹൈദർ അലി ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അശ്വന്ത് ഗോക്കിനെ ആക്ഷേപിച്ചിട്ട് സിനിമാക്കാരുടെ പ്രീതി പിടിച്ചു പറ്റി സിനിമാക്കാർക്കിടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വിശ്വാസ്യത നേടിയെടുക്കുക എന്നുള്ളതാണ് ഹൈദർ അലിയുടെ സ്ട്രാറ്റജി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമൻറ്റ് ചെയ്യുക. ഇത്തരം വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.